തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ട് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി അധികൃതർ. പരാതി പരിശോധിക്കാമെന്ന് കുടുംബത്തിന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേർന്നു. നിതിൻ, വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടല്ലോ. ഈ കമ്പനി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ് നിതിൻ? ഉന്മേഷ്, വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ഉയരുന്നത്. കമ്പനിയുടെ ചെയർമാന് അന്നയുടെ അമ്മ അയച്ച കത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു, രാജ്യശ്രദ്ധ നേടിയിരുന്നു. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ അത് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് ഈ കമ്പനി അധികൃതർ മടങ്ങിയത്. രാവിലെ തന്നെ ഈ സംഘം കൊച്ചിയിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മാതാപിതാക്കളെ കണ്ടുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പരാതിയിൽ നീതി ലഭിക്കുന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. നിയമപരമായ നടപടികൾ കടക്കുന്നില്ല, പക്ഷേ തൊഴിൽ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് തങ്ങൾ കത്തയച്ചതെന്നാണ് ഇന്നിപ്പോൾ എന്തായാലും 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 20-നാണ് താമസ സ്ഥലത്ത് അന്ന കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലി സമ്മർദ്ദം മൂലമാണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് പിന്നീട് അന്ന കമ്പനി ചെയർമാൻ വ്യക്തമാക്കിയത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.